أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധ റമദാന്റെ 27-ാം രാവും വെള്ളിയാഴ്ച രാവും സംഗമിക്കുന്ന അപൂർവ നിമിഷമാണ് നമുക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിനോട് നരകമോചനവും സ്വർഗപ്രവേശനവും ചോദിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുന്ന ഏറ്റവും മനോഹരമായ സുന്ദരമായ മലക്കുള്ള സാമീപ്യം കൊണ്ട് അലങ്കൃതമായ ഒരു രാത്രിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. 70,000 മലക്കുകളല്ല, കണക്കില്ലാത്ത മലക്കുകളാണ് ഈ ഭൂമിയിലേക്ക് അന്ന് ഇറങ്ങി വരിക. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ നമ്മൾ സ്വർഗത്തിനെ ചോദിക്കുമ്പോൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, നിങ്ങൾ ഫിർദൗസിനെ ചോദിക്കണം. സ്വർഗത്തിലെ ഏറ്റവും ഉന്നത പദവിയാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. അതിൽ കടക്കുന്നത് 70,000 ആളുകളാണ് എന്ന് കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അംബിയാക്കൾക്കും ശുഹദാക്കൾക്കും സിദ്ദീഖുകൾക്കും നൽകുന്ന ഗേഹമാണത്രേ ഫിർദൗസ്. അംബിയാക്കളാകാൻ നമുക്ക് സാധ്യമല്ല, ശുഹദായിൽപ്പെടാനുള്ള ചാൻസും വളരെ കുറവാണ്. എന്നാൽ നമുക്കൊക്കെ ആകാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് സിദ്ദീഖീങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖുകളുടെ സ്വഭാവമായി എണ്ണിയിട്ടുള്ള ഫിർദൗസിന്റെ അവകാശികളെക്കുറിച്ച് പറയുന്നുണ്ട്. 1, നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ. 2, ഹറാമിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവർ. 3, സക്കാത്ത് കൊടുത്തു വീട്ടിയവർ. 4, തൻ്റെ ഗുഹ്യസ്ഥാനങ്ങളെ ഹറാമിൽ നിന്ന് കാത്തു സൂക്ഷിച്ചവർ. 5, തൻ്റെ അമാനത്തിനെ കാത്തു സൂക്ഷിച്ചവർ അഥവാ വാക്കുപാലിച്ചവർ എന്നർത്ഥം. 6, നിസ്കാരത്തിൻ്റെ മേൽ നിത്യത പാലിക്കുന്നവർ, കൃത്യത പാലിക്കുന്നവർ. വിശ്വാസിയായ ആളുകൾ ഇസ്ലാമിൻ്റെ 5 പഞ്ചസ്തംഭങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ. ഈ കാണുന്ന ഗുണഗണങ്ങളും അവർക്കുണ്ടായാൽ അവരാണ് സിദ്ദീഖുകൾ. അവർക്കാണ് അള്ളാഹു ഫിർദൗസ് വെച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ആകാൻ പരിശ്രമിക്കാം, അതിൽ പെടാൻ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ.